ഹേ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയിട്ടോ. എറണാകുളത്ത് നിന്ന് 1 hour ട്രാവൽ ഉണ്ട്. അതുപോലെ പെരുമ്പാവൂരിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഉള്ളൂ. മലയാറ്റൂർ സൈഡിൽ നിന്നാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അഭയാരണ്യം എക്കോ ടൂറിസം, അല്ലെങ്കിൽ കപ്രിക്കാട് കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്റർ. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത് കേട്ടോ. ഞാൻ കുറേ ആയി ഈ സ്ഥലത്തിനെ പറ്റി കല്യാണത്തിന് മുന്നേ കേട്ടു തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നാണ് പോകാൻ പറ്റിയത്. എറണാകുളത്ത് ഉണ്ടായിട്ട് ഇത്രേ വർഷമായിട്ടും എനിക്ക് പോകാത്തതിൽ റിഗ്രറ്റ് അടിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് നേച്ചർ ഫ്രണ്ട്ലി സ്ഥലങ്ങളൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്ന്. അങ്ങനെ നമ്മൾ അവിടെ എൻ്റർ ചെയ്യട്ടോ. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തു. ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ടെന്തോ 20-30 റുപ്പീസ് എന്തോ തന്നെയുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ എൻട്രി ആയിട്ട് എന്തോ 17 റുപ്പീസ് ആണെന്ന് കേട്ടോ. 70 റുപ്പീസ് അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മളിതാ എൻട്രി ചെയ്തു. അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, പിന്നെ പല വെറൈറ്റീസ് ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഫോറസ്റ്റ് ടച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് വേറൊരു കാര്യം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാലോ, 2 സൈഡും ഒരു ഗാർഡൻ ലൈക്ക് പലതരം ട്രീസ് ഒക്കെ വെച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വഴിയാണ്, അതിൻ്റെ നടുക്ക് വഴി കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇപ്പോഴും ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ എൻട്രി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഏരിയാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്രിക്കാട് മിനി സൂയിലേക്ക് എൻറ്റർ ചെയ്യണം. അങ്ങനെ എൻറ്റർ ചെയ്തു. ഇങ്ങോട്ട് കയറി പിന്നെ ആ ടോട്ടൽ വൈബ് തന്നെ മാറിയിട്ടോ. മൊത്തം നമ്മുടെ മറ്റേ ചീവീടിൻ്റെ സൗണ്ട് ആയിരുന്നു കേട്ടോ. ചുറ്റും കിളികളുടെ ചീവീടിൻ്റെ സൗണ്ട്. ചുറ്റും നല്ല മുളങ്കാടുകളാണ് കേട്ടോ. ചെറിയൊരു ഫോറസ്റ്റ് വൈബാണ് ഫുൾ കിട്ടണത്. ഓൾമോസ്റ്റ് ഒരു 100 ഏക്കറോളം സ്ഥലമുണ്ടെന്നാണ് അവിടെ പറയണത്. മീൻസ് ഈ ഒരു എക്കോ ടൂറിസം ഫുള്ളായിട്ട്. അപ്പോൾ ഈ ഒരു ഇടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം നമ്മൾ അവിടെ ഒരുപാട് മാനുകള്, മ്ലാവുകള്, എലിഫൻസ് ആണ് ഉള്ളത്. ഈ എലിഫൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ആനക്കളരിയിലുള്ള ആനകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കാട്ടിൽ നിന്നൊക്കെ ഇച്ചിരി ടെററായിട്ടുള്ള എലിഫൻസിലെ അവർ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അപ്പം മ്ലാവ്, മാൻ അതൊക്കെ ഉണ്ട്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല പച്ചപ്പ്, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിങ്ങളിവിടെ പോവുകയാണെങ്കിൽ എന്തായാലും മഴ സമയത്ത് പോയിക്കോട്ടോ. കാരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു ശരിക്കും ആ ഒരു കാടിൻ്റെ അന്തരീക്ഷവും ഒരു തണുപ്പൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. മാനുകളിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് നമുക്ക് കൊതി തീരുണ്ടായില്ല. കാരണം നല്ല രസമുണ്ട്. അതുങ്ങൾ ഭയങ്കര അറ്റൻഷനാണ് എല്ലാം. നമ്മൾ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ പോലും എല്ലാം നമ്മൾ അന്തം വിട്ട് നോക്കിക്കും. അങ്ങനെ ഒരു ഇതാണ് മാനുകൾ. അങ്ങനെ കുറേ നേരം ടോട്ടല് 4 സെറ്റായിട്ടാണ് 2 സെറ്റ് മാനുകളുടെയും 2 സെറ്റ് മ്ലാവുകളുടെയും ഒരു ഏരിയ പോലെ അവർ തിരിച്ചേക്കണത് കേട്ടോ. ഒരു 215 എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, മാനും മ്ലാവ് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നണേ. ആ നമ്പർ പറഞ്ഞത് എനിക്ക് കറക്റ്റ് ക്ലിയർ ആയില്ല. ദെൻ നമ്മൾ എലിഫന്റ് ക്യാമ്പിലേക്ക് പോവേണ്ട കേട്ടോ. അപ്പോൾ എലിഫന്റ് ക്യാമ്പിൽ എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ആനക്കളരിയിൽ ആനകളും ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കാട്ടിലൊക്കെ കുറച്ച് ടെററായിട്ട് നിന്നിട്ട് അതിനെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കൂലേ, അതൊന്നും മെരുക്കിയെടുക്കണ ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ കുറേ ആന എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതൊരു 7-8 ഉണ്ടായി. അതിൽ എല്ലാത്തിൻ്റെ പേരും അതുപോലെ തന്നെ വയസ്സൊക്കെ എഴുതിയിട്ടുണ്ടായി. നല്ല രസമുണ്ടോ. പലതും പല വെറൈറ്റി, മീൻസ് പല ക്യാരക്ടർ പോലെ തോന്നിയിട്ട് കണ്ടപ്പോൾ ഇത് ഡാൻസ് ചെയ്യണതാണോ എന്താന്ന് മനസ്സിലാവണില്ല. കൊമ്പന്മാര് 3-4 ഞാൻ കണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് കാട്ടിൽ നിന്ന് പിടിച്ചു വന്നിട്ട് അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം ഒന്ന്. അത് അപ്പുറേ ആയിട്ട് ഒരു അറ്റത്തായിട്ടായിരുന്നു അതിന് അവരിട്ടായിരുന്നേ. എനിക്കാണെങ്കിൽ ഈ ആനകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആനകളിൽ നല്ല എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ആനിമൽസിനെയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. അവിടെ എല്ലാ സ്ഥലത്തും ഓരോ മൂലയിലായിട്ട് ഇങ്ങനെ ഇരിക്കണം പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് നടന്നിട്ട് നമുക്ക് വിശ്രമിക്കാനുള്ള ഏർപ്പാടൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആന. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞില്ലേ കാട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്നാണ് ആ ഒരു ആനയുണ്ട് അത്. ദെൻ നമ്മൾ ആന എന്താ പറയുക, എലിഫന്റ് ക്യാമ്പൊക്കെ
കണ്ടു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ പയ്യെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ എല്ലാം, പക്ഷെ നമ്മളൊരു 1 to 3 hours ഉള്ളിലാണ് ഇതൊക്കെ കണ്ട് തീർത്തേട്ടോ. നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇതാ നമ്മൾ എവിടെയാ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഒരു ഏരിയ എത്തി. ചിൽഡ്രൻസിന് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യട്ടെ ഇതൊക്കെ. അവിടെ രക്തചന്ദനത്തോട്ടം ഉണ്ട് ഇത്, അതിൻ്റെ ഉള്ളിലാണ് ഈ ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തേക്കണം. നല്ലൊരു വേറൊരു അന്തരീക്ഷം ഉണ്ടോ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ. അതൊരു ഫുള്ളി ഒരു ഫോറസ്റ്റ് അന്തരീക്ഷമാണെങ്കിൽ ഇതൊരു ഭയങ്കര കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവേണ്. അപ്പോൾ ഈ പിള്ളേർക്കായി വന്നവരൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇപ്പോൾ കണ്ട് കടവ് അവിടെ ആനേനെ കുളിപ്പിക്കുമെന്നൊക്കെ പറയണ്ട കേട്ടോ രാവിലെ. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ലോക്കായിരുന്നു. ദെൻ നമ്മളിതാ പുറത്തേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടായി. അപ്പോൾ അവർ നമ്മളെ ഓരോ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മളൊരു ബാമ്പൂടെ കപ്പും അതുപോലെ തന്നെ ഒരു ചെറിയ ആനയുടെ ഒരു ഇതും വാങ്ങിയായിരുന്നു. പേര് വാങ്ങി ഒരു ചെറിയൊരു മിനിയേച്ചർ ഇതുപോലത്തെ പ്രതിമ പോലത്തെ ഒരു സംഭവം വാങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ ഗേസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വഴി പോകണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. എന്നെപ്പോലെ നേച്ചർ ഫ്രണ്ട്ലി സ്ഥലങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല കാമായിട്ടിരിക്കാൻ പറ്റും. മഴക്കാലത്ത് വരണമെങ്കിൽ അത്രയും നല്ല രസമായിരുന്നു. പോവുകയാണെങ്കിൽ എന്തായാലും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ലൊക്കേഷൻ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ വരെ. എല്ലാവർക്കും ബൈ.